നമ്മളിപ്പോ SSLC കഴിഞ്ഞ് +2 നമ്മൾ രണ്ടും എന്തെടുക്കും? സയൻസ്. കൊമേഴ്സ്. നമ്മൾ രണ്ടും കൊമേഴ്സ്. ഓക്കെ, നീ ഒറ്റെടുത്ത കാരണമാണ് ഞാൻ കൊമേഴ്സ് കയറിയ മാസമായി. വാപ്പച്ചി പറഞ്ഞിട്ട് അവിടെ കയറിയില്ല. എനിക്ക് അലോട്ട്മെന്റ് ബയോളജി ആയിപ്പോയി. ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പൊ ഞാനാ നീ നീ ഇംഗ്ലീഷിന് സ്പെഷ്യൽ ക്ലാസ്സിൽ ഇല്ല, സൂപ്പർ ക്ലാസ് ആണ്. ഇല്ല 3 മതമാരെ ഞാൻ സെറ്റാക്കി. അമ്മാര് ഇംഗ്ലീഷാണ്. 4 ദിവസമായിട്ട് നിന്റെ കാണാനില്ലല്ലേ? എവിടെ കാണാനില്ലെന്ന്? എടാ സ്പെഷ്യൽ ക്ലാസ് 3 മതാമ അഴിക്ക ക്ലാസ് ആണോ? പോവല്ലേ, നീ വേറെ എവിടെയും പോ. എടാ ഞാൻ 1000 രൂപ അഡ്മിഷൻ ഫീസ് അടച്ചടാ. ഡേ ഒരു കോളേജിൽ കയറുന്നു. സെറ്റ്. ഡണ്ണാണോ കോളേജ്? നീ കാരണമല്ലേ ഞാൻ പട്ടിക്കാട്ടി പോയി അഡ്മിഷൻ എടുത്തു. എന്നിട്ട് നീ ഇപ്പൊ എന്ത് വരാത്ത? ഗവൺമെന്റ് കോളേജ് വാപ്പ ഇന്നലെ കൊണ്ട് അഡ്മിഷൻ എടുപ്പിച്ചറിയാ. അളിയാ ചിലപ്പോ കോളേജ് ഒരുപാട് സപ്ലൈ കാണും. സപ്ലൈ ഒന്നും അല്ല. നീ എന്റെ ഡിപ്ലോമ കോഴ്സ് സേഫ്റ്റി, ഫയർ വർക്സ് ഇല്ല, അത് വെച്ച് എല്ലാം ഉണ്ടോ. ഏതെങ്കിലും ഒരു ഡിപ്ലോമയ്ക്ക് പോടാ. നീ വാ, ഞാൻ കൂടെ കാണും. ഡേ പറ്റിക്കോടാ നീ. ആ പ്രായത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചെന്ന് പറഞ്ഞ നീ ജീവിതത്തിന്റെ മെയിൻ ഘട്ടത്തിലോട്ടല്ലേടാ. ഒരു പറ്റിപ്പൂല്ല, കൂടെ കാണും. എടാ ഡിപ്ലോമ കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കാൻ പോണ്ടേ? മക്കളെ പറഞ്ഞില്ലെന്ന് വേണ്ട, ഓനെങ്ങോട്ട് കട നേർത്താൻ പോവാ. ഇനി കളിയും കാര്യങ്ങളൊക്കെ കടലിലേക്കരെ. അലയാ വന്നിട്ട് വീട് വെക്കുന്നത് നമ്മളുണ്ട് ഒരുമിച്ച്, കല്യാണം കഴിക്കുന്നത് നമ്മളുണ്ട് ഒരുമിച്ച്. പോയിട്ട് വരട്ടെ. എല്ലാം പഠിക്കാൻ പോടാ കൊച്ചിനെ. ഭാവിയിൽ ഹെലൻ ഓഫ് സ്പാർട്ടയെ കല്യാണം കഴിക്കേണ്ടി അതിന് വേറൊരാൾ നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, നിന്നെയൊക്കെ എടുത്ത് തല വെക്കേണ്ടി വന്നുള്ള അവസ്ഥ. അന്യാണ് ആത്മഹത്യ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സില്ലിയസ്റ്റ് തിങ് യു ഹാവ് ഹേർഡ് പീപ്പിൾ സേ അബൌട്ട് യു? ദ സില്ലിയസ്റ്റ് തിങ് ഇപ്പം റീസെൻ്റ് ആയിട്ടാണെങ്കിൽ ഐ ആം ഇല്ലുമിനറ്റി. എന്താ അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല ആൾക്കാർ. പക്ഷേ യെസ്, ഐ ആം ഇല്ലുമിനറ്റി. സി ട്രയാങ്കിൾ കണ്ടില്ലേ? ഇല്ലുമിനറ്റി കൺഫേർഡ്. വണ്ടുലഞ്ഞ മലർ പോലെ പാതിരാവിനിതൾ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം, അതിലിന്ദ്രനീലനായ ഭാവം, കുങ്കുമമേഘം കുളിരുകോരുമൊരു മഞ്ഞല പോലെ ഉലാവാം, അമ്പിളിവാനം പതിയെ നീട്ടുമൊരു തമ്പുരു പോലെ തലോടാം. അച്ഛാ, സ്കൂളിൽ ആകെ വിഷയം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തു പറ്റി? അത് പിന്നെ കണക്കസ്ഥാനം ലോകറിന്റെ ടേബിൾ ഇല്ലേ, അത് ഞാൻ എടുത്തൊന്ന് പൊക്കിയതാ. കഴിഞ്ഞ വീട് പൊട്ടി. അങ്ങനെ പറയും ഇനി ആഴ്ചയിലെ കൊടുത്ത ക്ലാസ്സിലോട്ട് കണ്ട. ഞാൻ പോകുന്നില്ല അങ്ങോട്ട്. അത് ശരിയെ കൊടുത്ത പോരെ? പൈസ ഞാൻ തന്നേക്കാം. എത്രയാവും? അത് പിന്നെ മേസ്തിരി കൊടുക്ക 1000 രൂപയും വണ്ടിക്കൂലിക്ക് 100, ഫുഡിന് 200. ഇന്നാടെ മോനെ ഏതാണ് ബ്രാൻഡ്? ഓപ്പിയ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡിന്റെ ഹൃദയഭാഗമായ ഓൾഡ് ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുത്തെ ജനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. എന്താണ് താങ്കൾക്ക് കാസർഗോഡ് ജനങ്ങളെ കുറിച്ച് പറയാൻ? കാസർഗോഡ് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമായ ഒരു സംഭവം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, കാസർഗോഡ് മൊഞ്ചന്മാർക്ക് ഈ മൊഞ്ചിന്റെ രഹസ്യം മൊഞ്ചിന്റെ രഹസ്യം അതങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, എങ്ങനെയാണ് ഈ മൊഞ്ച് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്ന